മനുഷ്യർക്ക് ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെയായി താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെയാണ് ലോകത്തെ ഏറ്റവും ധനികരിൽ ഒരാളായ ഇലോൺ മസ്ക് പല പദ്ധതികളും ഇടാറുള്ളത്. മസ്കിന്റെ ചൊവ്വ പര്യവേക്ഷത്തെക്കുറിച്ചും മറ്റുമുള്ള പദ്ധതികൾ ലോകത്തെ ഞെട്ടിച്ചിട്ടുമുണ്ട്. എന്നാൽ മസ്ക് അല്ല കഴിഞ്ഞ വർഷം ഞെട്ടിച്ചത് ജപ്പാൻ എന്ന രാജ്യമാണ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അതിവേഗ ട്രെയിനുകൾ ഒരുങ്ങുന്നു എന്ന വാർത്തകളിലൂടെയാണ് ജപ്പാൻ ലോകത്തെ ഞെട്ടിച്ചത്. ജപ്പാന്റെ ഈ പരീക്ഷണത്തിന് പുറമെ ചൈനയും ബഹിരാകാശ ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു വലിയ വൈദ്യുത കാന്തിക വിക്ഷേപണ ട്രാക്ക് ഉപയോഗിച്ച് ഹൈപ്പോസോണിക് വിമാനത്തെ ബഹിരാകാശത്തേക്ക് അയക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് ശബ്ദത്തിന്റെ 7 ഇരട്ടി വേഗതയിൽ വിമാനം ട്രാക്കിൽ നിന്ന് സ്വതന്ത്രമായി അതിന്റെ മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത് ബഹിരാകാശത്തേക്ക് പ്രവേശിക്കും. ബോയിംഗ് 737-നേക്കാൾ വലുതും 50 ടൺ ഭാരവുമുള്ള ഈ ബഹിരാകാശ പേടകം 2016 ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ അനാച്ഛാദനം ചെയ്ത ടെങ്യൂൺ പദ്ധതിയുടെ ഘടകമാണ്. എന്നാൽ ലോകത്തെ ഞെട്ടിച്ച ജപ്പാന്റെ ദൗത്യം 2022 അവർ വെളിപ്പെടുത്തിയത്. ജപ്പാനിലെ ക്യോട്ടോ സർവകലാശാലയിലെ ഗവേഷകർ കജിമ കൺസ്ട്രക്ഷനുമായി സഹകരിച്ച് ഭൂമിയെയും ചന്ദ്രനെയും ചൊവ്വയെയും ബന്ധിപ്പിക്കുന്ന ഇന്റർ പ്ലാനറ്ററി ട്രെയിനുകളും കൃത്രിമ ബഹിരാകാശ ആവാസ വ്യവസ്ഥയും നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഹെക്സഗൺ സ്പേസ് ട്രാക്ക് സിസ്റ്റം എന്നാണ് ഇതിനവർ പേരിട്ടിരുന്നത്. ആളുകളെ വഹിച്ചു സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ഒരു ഭാഗത്തിന്റെ പേരാകട്ടെ ഹെക്സ ക്യാപ്സ്യൂൾ എന്നുമാണ്. ഈ ട്രെയിനിൽ ആളുകൾ കയറിയതിനു ശേഷം ഭൂമിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഇൻജക്ടറുകളിൽ ഇവ ഘടിപ്പിച്ച് ബഹിരാകാശത്തേക്ക് പറത്തിവിടുകയാണ് പദ്ധതിയിൽ പറയുന്നത്. പൂർണ്ണമായും ഗ്ലാസിൽ നിർമ്മിച്ച ഈ ക്യാപ്സ്യൂളുകൾ ഭൂമിയുടെ പരിതസ്ഥിതികൾ പകർത്തിയിട്ടുമുണ്ട്. വളരെ വേഗത്തിൽ എത്താൻ പോകുന്ന ഈ ട്രെയിനിനായി ചന്ദ്രനിൽ ഒരു സ്റ്റേഷനും ഉണ്ടായിരിക്കും. ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാവുന്ന ബുള്ളറ്റ് ട്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങളാണ് ജപ്പാനിലെ ഗവേഷകരുടെ സ്വപ്നം. അതിന്റെ ഭാഗമായാണ് ഈ പദ്ധതിയും. എന്നാൽ ചന്ദ്രനിൽ ട്രെയിനിൽ എത്തിയതിനു ശേഷം മനുഷ്യൻ അവിടെ എങ്ങനെ അതിജീവിക്കും എന്നതിനെ കുറിച്ചും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനായി ഭൂമിയുടെ ഗുരുത്വാകർഷണം, ഭൂമിശാസ്ത്രം, അന്തരീക്ഷം എന്നിവയെ അനുകരിക്കുന്ന ഒരു കൃത്രിമ ബഹിരാകാശ ആവാസ വ്യവസ്ഥയും ജപ്പാൻ പദ്ധതിയിടുന്നു. മനുഷ്യർക്ക് ജീവിക്കാനുള്ള നദികൾ, ജലം, പാർക്ക് പോലുള്ള സൗകര്യങ്ങൾ എന്നിവ കാണിക്കുന്ന വലിയ കറങ്ങുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള നിവർന്നു നിൽക്കുന്ന കോണിക്കൽ ഷേപ്പുള്ള മൂൺ ഗ്ലാസ് ആണ് ജപ്പാൻ ഗവേഷകർ ലക്ഷ്യമിടുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണവും അന്തരീക്ഷവും അതേപോലെ പകർത്തുന്ന ഒരു ഇൻവേർട്ടഡ് കോണാണിത്. 2050 ഏകദേശം 1300 അടി ഉയരവും 328 അടി വ്യാസവുമുള്ള ഒരു ലളിതമായ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഈ പ്ലാൻ ചൊവ്വയിൽ നടപ്പിലാക്കുമ്പോൾ മാർസ് ഗ്ലാസ് എന്ന പേരിൽ മറ്റൊരു ആവാസ വ്യവസ്ഥ അവിടെ നടപ്പിലാക്കാനും ജപ്പാൻ ലക്ഷ്യമിടുന്നുണ്ട്. 6 കോച്ചുകളുള്ള സ്പേസ് എക്സ്പ്രസ് ട്രെയിനിനെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന കേന്ദ്രത്തിനെ ടെറാ സ്റ്റേഷൻ എന്നാണ് ഗവേഷകർ വിളിക്കുന്നത്. ട്രെയിനിന്റെ 6 ബോഗികളിൽ മുന്നിലും പിന്നിലുമുള്ളതിൽ റോക്കറ്റ് ബൂസ്റ്ററുകൾ ഘടിപ്പിക്കും. ഓരോ ബോഗിയും ഹെക്സഗണൽ ആകൃതിയിലുമായിരിക്കും. ഓരോന്നിനും ഏകദേശം 50 അല്ലെങ്കിൽ 100 അടി വൃത്ത പരിധിയായിരിക്കും ഉണ്ടാവുക. ഇതൊരു സെൻട്രൽ റേഡിയൽ ആക്സിസ് വഴി സഞ്ചരിക്കുകയും ചെയ്യും. എന്തായാലും ഇന്റർസ്റ്റെല്ലാർ, മഷൻ എന്നീ സിനിമകൾ ഇത്തരം ദൗത്യങ്ങളുടെ സാങ്കല്പിക രൂപങ്ങൾ നമുക്ക് തന്നപ്പോൾ അത് യാഥാർത്ഥ്യമാകണമെന്നാണ് ജപ്പാൻ ആഗ്രഹിക്കുന്നത്. ജപ്പാന്റെ ഈ ദൗത്യം 100 വർഷമെങ്കിലും എടുക്കുമെന്ന് മറ്റുള്ള രാജ്യങ്ങൾ എടുത്തു പറയുമ്പോൾ 2050 ഇതിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും പൂർത്തീകരിക്കാനാകുമെന്ന വിശ്വാസത്തിലാണ് ജപ്പാൻ. അതിനായി അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്.